ഓം നമോ നാരായണായ. നമ്മുടെ കൃഷ്ണഭക്തർക്കെല്ലാം രാജി ബ്ലോഗ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണത് എന്താണെന്നറിയോ? ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുന്ന അഹസ് എന്ന വഴിപാടിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ അഹസ് എന്ന് പറഞ്ഞാൽ? രാവിലെ ഉദയം മുതൽ അസ്തമയം വരെയുള്ള സമയത്തിനെ നമ്മൾ പറയുക അഹസ് എന്നാണ്. അപ്പൊ ഗുരുവായൂരിലെ അഹസ് വഴിപാട് കഴിക്കുക പറഞ്ഞാൽ എന്താ? രാവിലെ നിർമാല്യം മുതൽ വൈകുന്നേരം അത്താഴ പൂജ വരെയുള്ള ചെലവ് ഒരാൾ നടത്തുന്നതിനെ നമ്മൾ എന്ത് പറയും? ഗുരുവായൂരിലെ അഹസ് കഴിക്കുക എന്ന് പറയും. അപ്പൊ നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാലേ ചിലവർക്കൊക്കെ കാണാൻ പറ്റുമല്ലേ? രാവിലെ 3 മണിക്ക് നമ്മൾ തലേ ദിവസം അവിടെ ചെന്ന് നിൽക്കുക വെച്ചാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റുമല്ലേ? രാവിലെ 3 മണിക്ക് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ അപ്പൊ അങ്ങനെ അലങ്കരിച്ച് നിർത്തണ കൃഷ്ണനെയൊക്കെ നമ്മൾ എന്താ പറയുക, മനസ്സിലേക്ക് ഒന്നിച്ച് നമ്മൾ കണ്ട് എന്താ നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലെ? ആ സന്തോഷം കാണാൻ പറ്റുന്ന ആ സമയത്തെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടും അല്ലെ? നമുക്ക് കണ്ണനെ കാണുന്നോട് കൂടിയിട്ട് അങ്ങനെ കിട്ടുക പറഞ്ഞ ഭാഗ്യ മക്കളെ. അപ്പൊ അഹസ് കഴിക്കുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. ഭാഗ്യമുള്ളവൻ എന്തുണ്ടെന്നറിയാം, അവിടെ പോയിരിക്കാം. തലേ ദിവസം രാത്രി പോയി നമ്മൾക്ക് രാവിലെ നേരത്തെ നിർമാല്യം മുതൽക്ക് തൊഴുകാൻ അവിടെ എല്ലാം കാണാം. എന്തൊക്കെ പൂജകൾ ഉണ്ട് അല്ലെ? നിർമാല്യം ഉണ്ട്, ഉഷപൂജ ഉണ്ട്, എതിർത്ത് പൂജ ഉണ്ട്, പിന്നെന്താ പന്തീരടി ഉണ്ട്, ഉച്ചപൂജ ഉണ്ട്. അങ്ങനെ നമ്മൾ അത്താഴ പൂജ വരെ അവിടെ ഇരിക്കും അല്ലെ? കണ്ണനെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സായുജ്യാണ്. അതിന് മക്കളെ നമുക്ക് അതിന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചെലവുണ്ട്. അവിടെ ഒരു 4-5 ഉള്ളിൽ വരുന്നുണ്ട് നമുക്ക് ചെലവ്. പോവാനും ഒക്കെ പാടെ ഒരുപാട് ചെലവാണ് അല്ലേ? അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കും. നമുക്ക് എന്ത് ആഗ്രഹവും കണ്ണനോട് പറയാട്ടോ. അപ്പൊ കണ്ണന് ഏറ്റവും പ്രധാനപ്പെട്ട എന്താന്ന് നിങ്ങളുടെയൊക്കെ വിചാരം? ഈ അഹസ് കഴിച്ച് ഞാൻ പൈസ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ഒരിക്കലും വിഷമിക്കേണ്ട മക്കളെ. നമ്മളെ കണ്ണൻ എന്താ വിളിച്ച വിളിപ്പുറത്തല്ലേ? നമ്മളെ അമ്മമാര് വിളിച്ച മക്കളുടെ രൂപത്തിലാണ് അല്ലേ കണ്ണനെ? നിങ്ങൾ ആരും കണ്ണനെ ശരിക്കും കണ്ടിട്ടില്ല എന്ന് പറയാൻ പാടില്ല. എല്ലാവരും കണ്ണനെ കണ്ടിട്ടുണ്ട്. മക്കളുടെ രൂപത്തിലാവും കണ്ണൻ നമ്മളെ മുന്നിലേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ ആരും പറയുക എന്താ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ചില അമ്മമാരൊക്കെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. കണ്ണനെ കാണാത്തവരായ ആരാ ഉള്ളത്? എല്ലാവർക്കും കണ്ണനെ കാണാൻ പറ്റും. ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ണനെ. പക്ഷെ ഞാൻ കണ്ട രൂപം എന്താ വെച്ചാൽ ഞാൻ വർണ്ണിക്കണില്ല. ഇപ്പൊ ഞാൻ കണ്ട രൂപം പറയാൻ പറ്റില്ല. അത്രയും നല്ലൊരു രൂപത്തിലാണ് ഞാൻ എൻ്റെ കണ്ണനെ കണ്ടിട്ടുള്ളത്. എന്നെ ഒരുപാട് പരീക്ഷിച്ച ആളാ കണ്ണൻ. അപ്പൊ ഞാന് പറഞ്ഞു തരണ എന്താ വെച്ചാലേ, ഈ അഹസ് പൂജ അവിടെ ചെന്ന് സാധിക്കാത്തവരും സങ്കടപ്പെടണ്ടെന്നുള്ളതാ മക്കളെ. അപ്പൊ നമുക്ക് പൈസ ഇല്ലാത്തവർക്ക്, നമ്മളെ പോലെ ഇത്തിരി പാവങ്ങളായിട്ട് ഭൂമിയിൽ ഒരുപാട് പേരില്ലേ മക്കളെ. അപ്പൊ നമുക്ക് അഹസ് വഴിപാട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് പൈസ ഉള്ളപ്പോ അവിടെ ചെന്ന് ചെയ്യാം. അതിന് കണ്ണൻ നമ്മളെ ഒന്നും കാണിക്കില്ല. നമുക്ക് പൈസ ഉണ്ടാവുന്നവരെ അങ്ങനെ ചെയ്യാം. പിന്നെ ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ എങ്ങനെ അഹസ് കഴിക്കാന്നറിയോ നിങ്ങൾക്ക്? വീട്ടിലിരുന്ന് ചെയ്യാം, ഒരു പേടിയും വേണ്ട. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് അമ്മ ഈ വീഡിയോയിൽ പറയണത് കേട്ടോ. അപ്പൊ നമ്മളെ സാധാരണക്കാരന് അപ്പൊ സാധിച്ചു എന്ന് വരില്ലേ? കാരണം തലേ ദിവസം പോണം അഹസ് കഴിക്കണം എന്നുണ്ടെങ്കിൽ. നമുക്ക് ഒരു ദിവസത്തെ പൂജയുടെ എല്ലാ പ്രസാദങ്ങളും അവിടുന്ന് തരുന്നുണ്ട്. നമ്മൾ നേരിട്ട് കൈ വാങ്ങി പോരാം. ഇനി അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെന്നില്ലെങ്കിൽ അവരവിടെ വഴിപാട് കഴിക്കേണ്ട പ്രസാദം നമുക്ക് ഓൺലൈനിലായിട്ട് വീട്ടിലേക്ക് അയച്ചു തരുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതൊക്കെ പൈസ ഉള്ളവർക്ക് പറഞ്ഞതാ മക്കളെ. പൈസ ഇല്ലാത്തവർക്കോ നമ്മളെ കണ്ണനെ ഏറ്റവും എന്താണെന്നറിയോ ഇഷ്ടം? പിന്നെ നമ്മൾ എത്ര രൂപ അവിടെ ചെലവാക്കിയാലും 1 കോടി രൂപയുടെ വഴിപാട് കഴിച്ചിട്ട് നമുക്ക് കിട്ടണ പുണ്യത്തിനേക്കാളും കിട്ടണ പുണ്യം എന്താ? പാവപ്പെട്ടവന്റെ കൂടെയാണ് കണ്ണനില്ലേ? കണ്ണൻ എവിടെ ഇരിക്കണത്? നമ്മളെ വീട്ടുകളിലാണ്. ഉണ്ണുവാനും ഉടുക്കാനും ഇല്ലാത്തോരുള്ളിടങ്ങളിൽ കണ്ണനെ കണ്ടിടും. കണ്ണൻ എവിടെയുള്ളത്? പാവങ്ങളുടെ കൂടെയാണ് കണ്ണൻ. മനസ്സിലായില്ലേ? അപ്പൊ കണ്ണന് അഹസ് നമ്മളെങ്ങനെ കഴിക്കുക അമ്മമാരെ? രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. നമ്മളെ ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞൊരു മുഹൂർത്തം ഉണ്ട് മക്കളെ. അത് 3:30 സമയത്താണ് കേട്ടോ. ആ സമയത്ത് എഴുന്നേറ്റ് നമ്മൾ നന്നായി കുളിച്ച് വൃത്തിയിൽ വന്ന് നമ്മളുടെ കൃഷ്ണ വിഗ്രഹം എന്താ നിങ്ങളുടെ മുന്നിലുള്ള വെച്ചാൽ, വീട്ടിലുള്ള വെച്ചാൽ ഒരു ഫോട്ടോ ആണെങ്കിലും അതിന്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കുക. അന്ന് നമ്മളൊരു കെടാവിളക്ക് കത്തിച്ചാൽ മതി വീട്ടില്. എന്നിട്ട് നമ്മളെ മനസ്സറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ സ്വപ്നം പോലെ അവിടെ പൂജ നടക്കുന്നത് നമ്മൾ ഉള്ളിൽ കാണണം. ഭഗവാനിൽ അവിടെ എന്തൊക്കെ കൃഷ്ണനെ അവിടെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ഭഗവാൻ അവിടെ ചെയ്യാൻ പറ്റുക. അപ്പൊ അവിടെ ഗുരുവായൂരിലത്തെ പൂജകൾ മുഴുവൻ നമുക്ക് കാണാൻ പറ്റില്ല, തിരക്ക് കാരണമല്ലല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലേക്ക് കണ്ണനെ അങ്ങോട്ട് ആവാഹിക്കുക. കണ്ണൻ നമ്മളെ മനസ്സിലാണെന്നുള്ളത് ഉറപ്പിക്കുക. എന്നിട്ട് കണ്ണ എൻ്റെ ഇന്നത്തെ വഴിപാട് നിനക്ക് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം ഞാൻ മാറ്റി വെക്കണു കണ്ണാന്ന് അങ്ങോട്ട് പറയുക നിങ്ങള്. എന്നിട്ട് പ്രാർത്ഥിച്ച് തൊഴുക. മനസ്സിലായില്ലേ? എന്നിട്ട് അന്ന് രാത്രി വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും എല്ലാവർക്കും ചെല്ലാൻ ഒരുപാട് വലിയ വലിയ ശ്ലോകങ്ങളുണ്ട്, വായെ കൊള്ളാത്ത വാക്കുകളുണ്ട്. അതൊന്നും ആരും ചെല്ലണ്ട മക്കളെ.
ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നിങ്ങൾ ഇടമുറിയാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്താട്ടോ. കണ്ണനും വിശപ്പുണ്ട്. കണ്ണനോട് പറയുക അന്നത്തെ ദിവസം, അന്ന് നമ്മൾ മീനും ഇറച്ചിയും വീട്ടിൽ കയറ്റാതിരിക്കുക. കണ്ണനോട് പറയുക, വരൂ നമുക്ക് ഭക്ഷണം കഴിക്കുക കണ്ണാ പറഞ്ഞിട്ട് ഒരു ഇലയിൽ നമ്മൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണം തളികയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ണനാണ്ട് നിലത്ത് വെക്കേണ്ട ബഹുമാനം. അല്ലെങ്കിൽ ഒരു പുൽപ്പായ വിരിച്ചിട്ട് നമ്മൾ ഭക്ഷണം വിളമ്പുക, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം കണ്ണന് വിളമ്പുക. എന്നിട്ട് കണ്ണൻ കഴിച്ചു നമ്മളാണ് വിചാരിക്കുക. എന്നിട്ട് നമ്മളുടെ ഭക്ഷണ ചെമ്പിലേക്ക് ആ ഭക്ഷണം കൊണ്ടുവരിക. നമ്മൾ പുറം തിരിഞ്ഞ് നിൽക്കണം കേട്ടോ. കണ്ണൻ കഴിക്കണ സമയത്തെ നോക്കി നിൽക്കണ്ട. കുട്ടി വികൃതിയാ, കഴിച്ചില്ല എന്ന് വരും. അപ്പൊ ആരും കാണാതെ വാരി തിന്നുള്ളൂ. അപ്പൊ അതിന്നൊരു പിടി വാരി തിന്നൂന്ന് അങ്ങോട്ട് വിചാരിക്കുക. നിങ്ങളെ ഭക്ഷണം 3 നേരം നിങ്ങൾക്ക് കൊടുക്കാം. രാവിലെ പാല് കൊടുക്കാം കണ്ണന്, പഴം കൊടുക്കാം, ഉച്ചയ്ക്ക് കുറച്ച് അവില് കൊടുക്കാം കേട്ടോ. കണ്ണന് അവില് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇടയ നേരത്ത് കണ്ണന് കുറച്ച് അവിലും പൂജിക്കാൻ വെക്കുക. നമ്മൾ ഈ ചൊല്ലുക, അമ്മ അന്നത്തെ ദിവസം മെനക്കെട്ടിരിക്കുക. ഗുരുവായൂർ പോണെങ്കിൽ കാശ് എത്ര വേണം, നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടണം, അത് നമ്മൾ വീട്ടിലിരിക്കുക. അടി തുടയൊക്കെ വൃത്തിയാക്കുക, നമ്മൾ വീട് ശുദ്ധാക്കുക. ഒന്നും വേണ്ട, ഉപ്പുവെള്ളം തളിച്ചാലും മതി. എന്ന് തുടയ്ക്കാൻ ഒഴിവില്ലെങ്കിൽ കണ്ണന് വേണ്ടി നമ്മൾ മാറ്റി വെക്കാനുള്ള ഒരു ഭാഗത്ത് ഇരിക്കുകയാണല്ലോ. നമ്മളെ കെടാവിളക്ക് കത്തിച്ചോളൂ കേട്ടോ. അന്ന് എങ്ങനെ അവിടുത്തെ വൈകുന്നേരത്ത് കണ്ണൻ അത്താഴ പൂജ കഴിയുന്നവരെ നമ്മൾ ഇവിടെ കെടാവിളക്ക് വെക്കുക. അപ്പൊ നമ്മൾ രാത്രി കാലങ്ങളിൽ കൊടുത്താലും മതി കണ്ണന്. ഉച്ചയ്ക്ക് മാത്രം ചോറ് കൊടുക്കുക. സാധിക്കിച്ച അന്ന് പാൽപ്പായസം വെച്ചോളൂ വൈകുന്നേരത്തെ. ഒന്നും വേണ്ട മക്കളെ, ഒരു പിടി ഉണങ്ങലരി ഇട്ടിട്ട് നിങ്ങൾ ഒരു ഉഴക്ക് പാല് പറഞ്ഞാൽ മതി. അത് വെച്ചിട്ട് കണ്ണനൊരു ഗ്ലാസ്സിൽ ഒന്നും വേണ്ട, ശുദ്ധാക്കുക. ഒന്ന് തുളസി തീർത്ഥം കൊണ്ടൊന്ന് ശുദ്ധാക്കി കണ്ണന് വെച്ചു കൊടുക്കുക. അപ്പൊ രാവിലെ പാലും പഴവും കൊടുക്കുക, ഉച്ചയ്ക്ക് നമ്മൾ വെച്ചുണ്ടാക്കിയ ചോറ് കൊടുക്കുക, വൈകുന്നേരത്ത് നമ്മൾ ഒരു തുള്ളു പായസം കൊടുക്കുക. അപ്പൊ എന്തായി, നമ്മളുടെ മാനസ അഹസ് പൂർത്തിയായി. അത്താഴ പൂജയോട് കൂടി മാനസാഹസ് പൂർത്തിയായി. നമ്മൾ കോടി പുണ്യ നമുക്ക് കിട്ടണം, കോടി പുണ്യ കിട്ടണം. കാരണം നമ്മൾ പാവങ്ങളല്ലേ മക്കളെ. പിന്നെ ഭഗവാൻ നിങ്ങൾക്ക് എന്താ തരിക എന്നുള്ളത് നിങ്ങൾ അനുഭവിച്ചറിയണം. കാരണം നമ്മൾ എങ്ങനെ ഒരു മാനസാഹസ് കഴിച്ചു നോക്കൂ. അപ്പൊ കണ്ണൻ എന്താണോ നിങ്ങൾക്ക് ഫലം തരിക എന്നുള്ളത് അതൊക്കെ നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. വേറൊരാൾ പറഞ്ഞറിയിക്കേണ്ടതല്ല. പറഞ്ഞറിയിച്ചാൽ അവർക്ക് അങ്ങനെ കിട്ടിയായിരിക്കാം. നമ്മളൊക്കെ ഭക്തന്മാരാണ് അല്ലേ. ഇതിൽ ഭക്തി ഇല്ലാത്തവ ചിലവർ കയറി കൂടും. അപ്പൊ അതൊക്കെ വെറുതെ എന്ന് പറയുന്നവരുണ്ട് മക്കളെ. മനസ്സറിഞ്ഞ് വിളിച്ചോളൂ കേട്ടോ. കണ്ണൻ വിളിപ്പുറത്താണ്. അനുഭവം കൊണ്ട് പറയാണ് അമ്മ. കാരണം അപ്പൊ ഇങ്ങനെ ഒരു മാനസാഹസം കൂടി കഴിച്ചു നോക്കൂ നിങ്ങളെ. അപ്പൊ ഇത്രയൊക്കെ അമ്മയ്ക്ക് പറയാനുള്ളൂ. എല്ലാവരും മാനസാഹസ് വീട്ടിലിരുന്ന് കഴിക്കണം. കാശിയിലോ വെച്ച് സങ്കടപ്പെടുക വേണ്ട കേട്ടോ. അപ്പൊ എന്താ അമ്മ പറയുന്നത്, എല്ലാവർക്കും നമ്മളെ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അമ്മയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും മാനസാഹസ് കഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ.